ഹായ് സ്റ്റുഡൻസ്, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് മൂലധന വിപണിയെക്കുറിച്ചാണ്. മൂലധന വിപണി അഥവാ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പഠിച്ചത് പണവിപണിയായിരുന്നു അല്ലേ? ഹ്രസ്വകാല ഫണ്ട്, ഹ്രസ്വകാലത്തേക്ക് പണം ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഏത്? സത്യത്തിൽ ഈ പറയുന്ന പണവിപണി എന്നറിയപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇടത്തരം ദീർഘകാല വായ്പകൾ നേടുന്നതിന് വേണ്ടിയിട്ട്, കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഏത്? ഒരു വിപണിയാണ് ഏത്? മൂലധന വിപണി എന്നുള്ളത്. ദീർഘകാല ഉടമസ്ഥതാ പ്രമാണങ്ങളും ഋണബാധ്യതാ പ്രമാണങ്ങളും വ്യാപാരം ചെയ്യുന്ന സ്ഥാപനങ്ങളും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മൂലധന വിപണി. അതായത് ഇടത്തരം ദീർഘകാല ഫണ്ടുകളുടെ വിപണിയാണ്. ഉടമസ്ഥതാ മൂലധനം ഉണ്ടാവും, വായ്പാ മൂലധനം ഉൾപ്പെടെ ദീർഘകാല ധനസമാഹരണത്തിന്, നിക്ഷേപത്തിന് സഹായിക്കുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണിത്. അതായത് ഇവിടെ ഏതൊക്കെ മൂലധനം ഉണ്ടാവും? ഉടമസ്ഥതാ മൂലധനം ഉണ്ടാവും മൂലധന വിപണിയിൽ. ഏതാണ്? ഇക്വിറ്റി ഷെയർ. അതുപോലെ വായ്പാ മൂലധനം ഉണ്ടാവും, ഡെപ്റ്റ് ക്യാപിറ്റൽ. ഏതൊക്കെയാണവ? ഡിബഞ്ചേഴ്സും ബോണ്ടും. ഇങ്ങനെയുള്ള ദീർഘകാല ധനസമാഹരണത്തിനും നിക്ഷേപത്തിനും സഹായിക്കുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇത് മൂലധന വിപണി എന്നറിയപ്പെടുന്നത്. ഇതിൽ പൊതുജനങ്ങളുടെ സമ്പാദ്യത്തെ ഉൽപ്പാദന ആവശ്യങ്ങളിലേക്ക് ലഭ്യമാക്കുന്ന മാർഗങ്ങളുടെ ശ്രേണികൾ എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഈ വിപണി വ്യക്തികളുടെ സമ്പാദ്യങ്ങളെ ഉൽപ്പാദന മേഖലയിലേക്ക് തിരിച്ചുവിടുകയും അതുവഴി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മൂലധന സ്വരൂപണത്തിനും രാജ്യത്തിൻ്റെ തന്നെ വ്യാവസായിക വളർച്ചയ്ക്കും സഹായിക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താ നടക്കുന്നത്? മൂലധന വിപണിയിൽ വ്യക്തികളുടെ സമ്പാദ്യങ്ങൾ, വ്യക്തികളുടെ കൈവശമുള്ള ചെറിയ ചെറിയ സേവിങ്സ്, സമ്പാദ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദന മേഖലയിലേക്ക്, പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിലേക്ക്, ഉൽപ്പാദന മേഖലയിലേക്ക്, പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചുവിടുന്നു. അതുവഴി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക്, വലിയ വലിയ കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു? മൂലധന സ്വരൂപണത്തിന്, അതായത് അവർക്ക് ആവശ്യമായ സ്ഥാപനം പ്രവർത്തിക്കുവാൻ സ്ഥിര മൂലധനവും പ്രവർത്തന മൂലധനവും വേണം. ആ മൂലധനം സ്വരൂപിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ തന്നെ വ്യാവസായിക വളർച്ചയ്ക്കും ഒപ്പം സാമ്പത്തിക പുരോഗതിക്കും വഴിതെളിക്കുകയും ചെയ്യുന്നതാണ് ഇത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ആളുകളുടെ കയ്യിലുള്ള കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ കമ്പനികൾക്ക് മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദനക്ഷമമായ മേഖലയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും വികാസത്തിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. വികസന ബാങ്കുകൾ അഥവാ ഡെവലപ്മെൻറ്റൽ ബാങ്ക്സ്, അതുപോലെ വാണിജ്യ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് മൂലധന വിപണി. ധനം മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനാണ് ഒരു ഉത്തമ മൂലധന വിപണി എന്ന് പറയുന്നത്. വളരെ നന്നായി പ്രവർത്തിക്കുന്ന മൂലധന വിപണി സാമ്പത്തിക വികസന പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. ഒരു വികസിത മൂലധന വിപണി അതിലെ ഇടപാടുകാർക്ക് സ്വാതന്ത്ര്യവും നീതിയുക്തവും സുതാര്യവും മത്സരാധിഷ്ഠിതവുമായ വിപണി ഇടപാടുകൾ ഉറപ്പുവരുത്തുന്നു. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ യഥാസമയം ഇടപാടുകാർക്ക് നൽകുകയും അമൂല്യമായിട്ടുള്ള മൂലധന വിഭവങ്ങൾ ഏറ്റവും ഉൽപ്പാദനക്ഷമമായി ഏറ്റവും ചുരുങ്ങിയ ഇടപാട് ചെലവിൽ നിക്ഷേപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മൂലധന വിപണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കാം. മൂലധന വിപണിയുടെ സവിശേഷതകൾ. മൂലധന വിപണിയുടെ സവിശേഷതയാണ് പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെ നോക്കുക. ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വിദേശ നിക്ഷേപകർ, വ്യക്തിഗത നിക്ഷേപകരൊക്കെയാണ്. പിന്നെ അവിടെ എന്തെല്ലാം ധനകാര്യ പ്രമാണങ്ങളാണ് വിൽപ്പന നടത്തുന്നത്? സാധാരണ ഇക്വിറ്റി ഷെയറുകൾ, ഓർഡിനറി അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകൾ, അതുപോലെ മുൻഗണനാ ഷെയറുകൾ, അതുപോലെ തന്നെ മുൻഗണനാ ഷെയർ പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയറാണ്. അതുപോലെ ഡിബഞ്ചറുകൾ, ബോണ്ടുകൾ തുടങ്ങിയവയാണ് മൂലധന വിപണിയിലൂടെ ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ വിൽപ്പന നടത്തുന്നത്. നിക്ഷേപ വ്യാപ്തി, സെക്യൂരിറ്റിയുടെ വില സാധാരണയായി കുറവായിരിക്കും. അതായത് ഒരു 10 രൂപ, 100 രൂപ അങ്ങനെ വലിയ വലിയ വിലയിലേക്ക് പോവും. എണ്ണവും കുറവായിരിക്കും. വ്യാപാരം നടത്തുന്നതിൻ്റെ ഷെയറിൻ്റെ എണ്ണം 1, 5, 100, 50, 100 അങ്ങനെയൊക്കെയാണ് വരിക. പിന്നെ മൂലധന വിപണിയുടെ ദൈർഘ്യം എത്രയാണ്? പ്രമാണങ്ങളുടെ അവിടെ വിൽക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഇടത്തരം ദീർഘകാല ധനകാര്യ പ്രമാണങ്ങളാണ്.
മീഡിയം ടേം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റീസാണ് അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ലിക്വിഡിറ്റി, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വിപണനം ചെയ്യാനാകുന്നതിനാൽ എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയും. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉള്ള എല്ലാ സെക്യൂരിറ്റീസും വിൽപ്പന നടത്തുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, എളുപ്പത്തിൽ പണമാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ സുരക്ഷിതത്വം, നിക്ഷേപം തിരിച്ചു ലഭിക്കുന്നതിനും വരുമാനം കിട്ടുന്നതിനും മൂലധന ഉപകരണങ്ങൾക്ക് ഉയർന്ന നഷ്ടസാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇക്വിറ്റി ഷെയർ ആയാലും അതുപോലെയുള്ള ഏതൊരു നിക്ഷേപമായാലും ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള എല്ലാ നിക്ഷേപങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള നഷ്ടസാധ്യതകളുണ്ട്. ഓക്കെ, നഷ്ടസാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. പിന്നെ പ്രതീക്ഷിക്കുന്ന വരുമാനം, സാധാരണയായി നിക്ഷേപത്തിൻ്റെ വരുമാനം പണവിപണിയേക്കാൾ ഉയർന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മണി മാർക്കറ്റിൽ അല്ലെങ്കിൽ പണവിപണിയിൽ നിക്ഷേപത്തിന് മുകളിൽ കിട്ടുന്ന വരുമാനം കുറവായിരിക്കും. എന്നാൽ മൂലധന മാർക്കറ്റിൽ, മൂലധന വിപണിയിൽ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുമാനം, ഇൻകം കൂടുതലായിരിക്കും. ഓക്കെ, ഇൻകം കൂടുതലാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, മൂലധന വിപണിയിൽ തന്നെ എന്തുണ്ട്, 2 വിഭാഗങ്ങളുണ്ട്, ഓർത്തു വെക്കേണ്ടതാണ്. മൂലധന വിപണിയിൽ 2 പ്രധാന വിഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രാഥമിക വിപണിയെന്നും രണ്ടാമത്തേത് ദ്വിതീയ വിപണിയെന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മാർക്കറ്റ് അഥവാ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ആദ്യമായി വിതരണം ചെയ്യുന്ന സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് പ്രാഥമിക മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. സമ്പാദകരിൽ നിന്ന് പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതോ നിലവിലുള്ള കമ്പനികൾക്ക് പുതിയ പദ്ധതികൾ സ്ഥാപിക്കാനോ വിപുലീകരിക്കുന്നതിനോ വൈവിധ്യവൽക്കരണത്തിനോ നിലവിലുള്ള പദ്ധതികളുടെ ആധുനികവൽക്കരണത്തിനോ ആയ സംരംഭകരിലേക്ക് നിക്ഷേപ സാധ്യതയുള്ള ധനം ആദ്യമായി സെക്യൂരിറ്റികൾ വിതരണം ചെയ്യുന്നതിലൂടെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുക എന്നതാണ് വിപണിയുടെ ധർമ്മം. പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്രയാണ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അഥവാ പ്രാഥമിക മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഒരു കമ്പനി, ഒരു സ്ഥാപനം ആദ്യമായിട്ട് വിതരണം ചെയ്യുന്ന സെക്യൂരിറ്റികൾ വിൽപ്പന നടത്തുന്ന സ്ഥലമാണ് പ്രാഥമിക മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. പുതിയ കമ്പനികളാവാം അല്ലെങ്കിൽ നിലവിലുള്ള കമ്പനികളാവാം, അവർ പുതിയ സെക്യൂരിറ്റീസ് വിതരണം ചെയ്യുകയാണെങ്കിൽ ആ സെക്യൂരിറ്റി വിതരണം ചെയ്യുന്ന കമ്പോളമാണ് ഇതിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. പുതിയ കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതുപോലെ നിലവിലുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു, വിവിധ മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സീസൺഡ് ഇക്വിറ്റി ഓഫറിങ് അതുപോലെയുള്ള ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരിത് വിൽപ്പന നടത്തുന്നത്. ഇക്വിറ്റി ഷെയറുകൾ, മുൻഗണനാ ഓഹരികളായിട്ടുള്ള പ്രിഫറൻസ് ഷെയറുകൾ, ഡിബഞ്ചറുകൾ, ബോണ്ടുകൾ, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടുകൾ, സീറോ പലിശ ബോണ്ടുകൾ, അങ്ങനെയുള്ള വ്യത്യസ്തമായ സെക്യൂരിറ്റികളാണ് പ്രൈമറി മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യപ്പെടുന്നത്. കമ്പനികൾ അവരുടെ ഓഹരികൾ ആദ്യമായി വിൽപ്പന നടത്തുന്ന വിപണിയാണ് ഇത്. കമ്പനികൾ മൂലധനം സ്വരൂപിക്കുന്നത് ഈ വിപണിയിൽ നിന്നാണ്. കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തന മൂലധനവും സ്ഥിര മൂലധനവും അവർ കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? അവർ ഈ പറയുന്ന പ്രൈമറി മാർക്കറ്റിൽ നിന്നാണ്, പ്രാഥമിക വിപണിയിൽ നിന്നാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇവിടെ നിന്നാണ് അവർ കണ്ടെത്തുക. പ്രൈമറി മാർക്കറ്റിൽ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റികൾ നൽകുന്നത്. പ്രൈമറി മാർക്കറ്റിലെ ഫ്ലോട്ടിംഗ് രീതികൾ എന്നാ പറയാം. ഫ്ലോട്ടിംഗ് രീതികൾ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ ഏത് രീതിയിലാണ് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു കമ്പനി പ്രാഥമിക വിപണിയിലൂടെ മൂലധനത്തെ സ്വരൂപിക്കുന്നത്, പുതിയ ഓഹരികൾ ഇറക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിന് വ്യത്യസ്ത രീതികളുണ്ട്. ഒന്നാമത്തേതാണ് പ്രോസ്പെക്ടസ് മുഖേനയുള്ള വിൽപ്പന. കമ്പനികൾ മൂലധന സ്വരൂപണത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രീതിയാണ് ഇത്, പ്രോസ്പെക്ടസ് മുഖേനയുള്ള വിൽപ്പന. കമ്പനികളുടെ ഓഹരികളിലോ കടപ്പത്രങ്ങളിലോ നിക്ഷേപിക്കുന്നതിനായി നിക്ഷേപകരെ ക്ഷണിക്കുന്ന ഒരു ക്ഷണപത്രികയാണ് ഇത്, അല്ലെങ്കിൽ പരസ്യമാണ് ഇത് പ്രോസ്പെക്ടസ്. ഒരു കമ്പനിയുടെ ഓഹരികളിലേക്കോ കമ്പനിയുടെ കടപ്പത്രങ്ങളിലേക്കോ നിക്ഷേപിക്കുന്നതിനായിട്ട് നിക്ഷേപകരെ ക്ഷണിക്കുന്ന, ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് ഇത് പ്രോസ്പെക്ടസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പരസ്യമാണ്. പ്രോസ്പെക്ടസ് ഈസ് എ ഡോക്യുമെൻറ്റ് ഓഫ് ഇൻവിറ്റേഷൻ. അതൊരു ക്ഷണപത്രികയാണ് എന്ന് നമുക്ക് പറയാം. ഒരു കമ്പനിയുടെ ഓഹരിയിലേക്ക് നിക്ഷേപകരെ ക്ഷണിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇത്,
ഒരു ക്ഷണപത്രികയാണ് ഏത്, ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് ഏത്, പ്രോസ്പെക്ടസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, മൂലധനം സ്വരൂപിക്കുവാൻ സാധിക്കും. കമ്പനി നിയമത്തിനനുസരിച്ച്, അതായത് കമ്പനീസ് ആക്ടിനനുസരിച്ച്, അതുപോലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രോസ്പെക്ടസ് തയ്യാറാക്കേണ്ടത്. കമ്പനി നിയമം അനുസരിച്ചും സെബിയുടെ നിർദ്ദേശമനുസരിച്ചുമാണ് പ്രോസ്പെക്ടസ് തയ്യാറാക്കേണ്ടത്. ഇങ്ങനെ വിൽക്കുന്ന ഓഹരികൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെങ്കിലും കൈമാറ്റം ചെയ്യുന്നതിനായി ലിസ്റ്റ് ചെയ്യണം. പ്രോസ്പെക്ടസ് മുഖേന ഓഹരികൾ വിൽപ്പന നടത്തണമെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം, വിതരണം ചെയ്യണം. മാത്രമല്ല ആ കമ്പനി എന്ത് ചെയ്തിരിക്കണം, ആ കമ്പനിയുടെ ഓഹരിയെ ഏതെങ്കിലും അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അതായത് ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പേരെന്ത് ചെയ്തിരിക്കണം, ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഔദ്യോഗിക ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പ്രോസ്പെക്ടസ് മുഖേന ഓഹരികൾ കമ്പനി ആദ്യമായി വിൽപ്പന നടത്തുന്നതിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ വിൽപ്പന നടത്തിയ ഓഹരികൾ വീണ്ടും വിൽപ്പന നടത്തുകയാണെങ്കിൽ അതിനെ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നും വിളിക്കുന്നുണ്ട്. ആദ്യമായിട്ട് പ്രോസ്പെക്ടസ് മുഖേന ആദ്യമായി ഓഹരി വിൽപ്പന നടത്തുകയാണെങ്കിൽ അത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നും, ഒരിക്കൽ വിൽപ്പന നടത്തിയ ഓഹരികളെ വീണ്ടും വിൽപ്പന നടത്തുകയാണെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ അഥവാ FPO എന്നും വിളിക്കുന്നു. ഓക്കെ, IPO എന്നാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, ഫോളോ ഓൺ പബ്ലിക് ഓഫർ FPO എന്നും അറിയപ്പെടുന്നു. രണ്ടാമത്തേതാണ് വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനം. വിൽപ്പന വാഗ്ദാനം അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ എന്നറിയപ്പെടുന്നത്. ഈ രീതി പ്രകാരം സെക്യൂരിറ്റികൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് വിൽക്കാൻ സാധിക്കില്ല. കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു, കമ്പനികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഓഹരികൾ നേരിട്ട് വിൽക്കാൻ എന്ത് ചെയ്യില്ല, ഓഫർ ഓഫ് സെയിൽ പ്രകാരം സാധിക്കില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, കമ്പനി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഓഹരികളും ഓഹരി ദല്ലാൽമാർ പറഞ്ഞാൽ ബ്രോക്കർമാർ, അതുപോലെ ഇഷ്യൂ ഹൗസ് തുടങ്ങിയ ഏതെങ്കിലും ഇൻ്റർമീഡിയറി ഇടനിലക്കാർക്ക് മുഴുവനായും വിൽക്കുന്നു. വാങ്ങുന്നവർ അത് അനുകൂല സാഹചര്യങ്ങളിൽ ദ്വിതീയ വിപണിയിലൂടെ സൗകര്യപ്രദമായി പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തുന്നു. അതായത് ഓഫർ ഫോർ സെയിൽ എങ്ങനെയാണ്, കമ്പനി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഓഹരികളും ഒരു ബ്രോക്കർക്കോ സ്റ്റോക്ക് ദല്ലാൽക്കോ അല്ലെങ്കിൽ ഇഷ്യൂ ഹൗസിനോ വിൽക്കുന്നു. അവരത് പിന്നീട് സെക്കൻഡറി മാർക്കറ്റിലൂടെ വിൽപ്പന നടത്തുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തേതാണ് സ്വകാര്യ വിൽപ്പന അഥവാ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഈ രീതിയിൽ മുഴുവൻ ഓഹരികളും കുറച്ച് നിക്ഷേപ സ്ഥാപനങ്ങൾക്കോ വ്യക്തിഗത നിക്ഷേപങ്ങൾക്കോ പരസ്പരം സമ്മതിച്ച വിലയിൽ വിൽപ്പന നടത്തുന്നു. ഇവിടെ പുറമേ നിന്നുള്ള ആൾക്കാരുമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, കുറച്ച് നിക്ഷേപ സ്ഥാപനങ്ങൾക്കോ വ്യക്തിഗത നിക്ഷേപകർക്കോ പരസ്പരം സമ്മതിച്ച വിലയിൽ വിൽപ്പന നടത്തുന്നു എന്നാണ് പറയുന്നത്, സ്വകാര്യമായിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അടുത്തതാണ് അവകാശ ഓഹരികൾ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ വിൽപ്പന നടത്തിയ തരം ഓഹരികൾ പിന്നീട് കമ്പനി വിൽപ്പന നടത്തുമ്പോൾ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണത്തിന് ആനുപാതികമായി വാങ്ങുന്നതിനുള്ള അധികാരം നൽകുന്നു. നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കമ്പനി നിശ്ചയിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി പുതിയതായി വിതരണം ചെയ്യുന്ന ഓഹരികൾ വാങ്ങുന്നതിനുള്ള മുൻഗണന നൽകുന്നതാണ് അവകാശ ഓഹരികൾ, റൈറ്റ് ഇഷ്യൂ എന്നറിയപ്പെടുന്നത്. ഒരു കമ്പനിയുടെ ഷെയർ ഓഹരി വാങ്ങിയ കുറേ ആൾക്കാരുണ്ടാവും. കമ്പനി വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം വാങ്ങുവാനുള്ള അവകാശം നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, അവകാശ ഓഹരികൾ എന്ന് വിളിക്കുന്നത്. അവകാശ ഓഹരികൾ എന്ന് വിളിക്കുന്നത് അതാണ്. പിന്നെ പറയുന്നതാണ് EIPO, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഓഹരികൾ വിൽപ്പന നടത്തി മൂലധനം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഇതിനെ പറയുന്ന പേരാണ് EIPO എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കമ്പനി ആദ്യമായിട്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓഹരികൾ വിതരണം ചെയ്യുന്ന മാർക്കറ്റാണ് ഏത്, പ്രൈമറി മാർക്കറ്റ് അഥവാ പ്രാഥമിക വിപണി. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഏത്, ദ്വിതീയ വിപണി എന്നറിയപ്പെടുന്നത്. അതായത് നിലവിലുള്ള സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലിനുമുള്ള കമ്പോളമാണിത്. ദ്വിതീയ വിപണിക്ക് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. നമ്മുടെ യൂസ്ഡ് കാറിൻ്റെ ഷോപ്പുകളില്ലേ, സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഷോപ്പുകൾ ഉണ്ടാവില്ലേ,
അതുപോലെയുള്ള ഷോപ്പുകളാണ് ദ്വിതീയ വിപണിക്ക് എക്സാമ്പിൾ. ഒരു വട്ടം വിൽപ്പന നടന്ന സാധനത്തെ വീണ്ടും വിൽപ്പന നടത്തുകയാണെങ്കിൽ ആ വിപണിയാണ് ഏത്? വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ആ വിപണിയാണ് ഏത്? ദ്വിതീയ വിപണി. ഒരിക്കൽ വിൽപ്പന നടത്തിയ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റിയെ വീണ്ടും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്ന വിപണിയാണ് ഏത്? ദ്വിതീയ വിപണി അഥവാ സെക്കൻഡറി മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദ്വിതീയ വിപണി എന്നറിയപ്പെടുന്നത്. ഇതിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് വിളിക്കുന്നുണ്ട്. സെക്കൻഡറി മാർക്കറ്റ്, ദ്വിതീയ വിപണിയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവ്യത്വവും അതായത് ലിക്വിഡിറ്റിയും വിപണനക്ഷമതയും നൽകുന്നു. ഇത് ഓഹരികളുടെ വിറ്റഴിക്കലിനും പുനർനിക്ഷേപത്തിനും കാരണമാവുകയും ചെയ്യുന്നു. നിലവിലുള്ള ഓഹരികളെ ക്രയവിക്രയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ദ്വിതീയ മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. കമ്പനികളോ സർക്കാരോ ഇതിനകം ഇറക്കിയ ഓഹരികൾ, ഡിബഞ്ചറുകൾ, ബോണ്ടുകൾ ഒക്കെ ഈ വിപണിയിലാണ്, ദ്വിതീയ വിപണിയിലാണ് എന്ത് ചെയ്യുന്നത്? വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഇവിടെ വിൽക്കുന്നവരും വാങ്ങുന്നവരുടെയും ഇടയിൽ ആരുണ്ടാവും? ബ്രോക്കർമാരുണ്ടാവും. നിക്ഷേപകർ ബ്രോക്കർമാർ വഴി മാത്രമേ സെക്യൂരിറ്റി വാങ്ങാനും വിൽക്കാനും കഴിയുകയുള്ളൂ. ദ്വിതീയ വിപണികളെ ഓഹരി വിപണി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. അടുത്താണ് നമ്മൾ നോക്കാനുള്ളത് ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നിലവിലുള്ള സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംഘടിത വിപണിയാണ് ഇത് ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ പ്ലേസ് വേർ സ്റ്റോക്സ് സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ ഒക്കെയുള്ള സ്ഥാപനമാണ് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബിസിനസ്സിനെ സഹായിക്കുന്നതിനും ക്രമീകരിച്ചിട്ടുള്ളതും നിയന്ത്രിക്കുന്നതുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ഓഹരി വിപണി എന്ന് പറയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് എക്സാമ്പിളാണ് ഇത് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മറ്റൊരു എക്സാമ്പിളാണ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്: ധനകാര്യ പ്രമാണങ്ങളുടെ ക്രയവിക്രയങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇടപാടുകളോ നടത്തുന്നതിന് സഹായിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വ്യവസ്ഥാപിതമാക്കുന്നതിനോ വേണ്ടി സംയോജിക്കപ്പെട്ടതോ അല്ലാത്തതോ ആയ വ്യക്തികളുടെ കൂട്ടമാണ് ഓഹരി വിപണി. നമുക്കിനി നോക്കാനുള്ളതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ധർമ്മങ്ങൾ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നുള്ളത്. പ്രാഥമിക വിപണിക്ക് അനുകൂല സാഹചര്യം ഒരുക്കാൻ സജീവവും കാര്യക്ഷമവുമായ ദ്വിതീയ വിപണി അത്യന്താപേക്ഷിതമാണ്. അതായത് പ്രാഥമിക വിപണിക്ക് എന്ത് ചെയ്യണം? അനുകൂല സാഹചര്യം ഒരുക്കണമെങ്കിൽ, കാര്യക്ഷമത ഒരുക്കണമെങ്കിൽ ദ്വിതീയ വിപണി ആവശ്യമാണ്. ഓക്കെ, ഓഹരി വിപണിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, ധനകാര്യ പ്രമാണങ്ങൾക്ക് വിപണി കണ്ടെത്തുവാനും അവയെ പണമാക്കി മാറ്റുവാനും സാധിക്കുന്നു. ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റികൾക്ക് എന്ത് ചെയ്യുക? പെട്ടെന്ന് ലിക്വിഡിറ്റി ഉറപ്പുവരുത്താനും മാർക്കറ്റബിലിറ്റി. നിലവിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട നിലവിലുള്ള ഓഹരികൾക്ക് ലിക്വിഡിറ്റി, ദ്രവ്യത്വം ഉറപ്പുവരുത്താനും അതുപോലെ മാർക്കറ്റ് കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. വിപണി കണ്ടെത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. പിന്നെ രണ്ടാമത്തെ, ഓഹരികളുടെ യഥാർത്ഥ വില കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. ഓഹരികളുടെ യഥാർത്ഥ വില കണക്കാക്കുന്നത് അതിൻ്റെ ആ ഓഹരിയുടെ ആവശ്യങ്ങളുടെയും ലഭ്യതയുടെയും അടിസ്ഥാനത്തിലാണ്. ഇതിനെന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ച് സഹായിക്കുന്നു. അതുപോലെ ഇടപാടുകളുടെ സുരക്ഷിതത്വം, കൃത്യമായ ചട്ടങ്ങളും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാവും. നിക്ഷേപകർക്ക് സുരക്ഷയും ന്യായമായ ഇടപാടുകളും ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ഏതാണ്? സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്ക് പുനർനിക്ഷേപം എന്ന പ്രക്രിയയിലൂടെ സമ്പാദ്യങ്ങൾ അവരുടെ ഏറ്റവും ഉൽപ്പാദനക്ഷമമായ നിക്ഷേപ അവസരങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നു. ഇതോടുകൂടി സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുന്നു. അതുപോലെ സ്പ്രെഡിങ് ഓഫ് ആൻ ഇക്വിറ്റി കൾട്ട്, ഓഹരി സംസ്കാരം പ്രചരിക്കുന്നു. പുതിയ ഓഹരി വിൽപ്പനകളെ നിയന്ത്രിക്കുകയും നൂതന വിപണന രീതികൾ അവലംബിക്കുന്നതിനോടും നിക്ഷേപ സാധ്യതകളെപ്പറ്റി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നിക്ഷേപ സംസ്കാരം വളർത്തുന്നതിനും സഹായിക്കുന്നുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
അതുപോലെ ഊഹക്കച്ചവടത്തിന് സ്പെക്കുലേഷന് സാധ്യത നൽകുന്നു. ഓഹരികൾ പണമാക്കി മാറ്റുന്നതിനും അവയുടെ വില തുടർച്ചയ്ക്കും നിയമവിധേയമായ ഊഹക്കച്ചവട സാധ്യതകൾ ലഭ്യമാക്കുന്നതിനും ഓഹരി വിപണി എന്ത് ചെയ്യുന്നുണ്ട്? സാധ്യത നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്താണ് സാമ്പത്തിക ബാരോമീറ്റർ. ദേശീയവും അന്തർദേശീയവുമായ ബിസിനസ് പ്രവർത്തനങ്ങൾ ഓഹരി വിലകളെ ബാധിക്കും. ഈ അർത്ഥത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു സാമ്പത്തിക ബാരോമീറ്റർ സൂചികയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്.